ഹലോ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെറിയൊരു ടെറേറിയമാണ്. പൊട്ടച്ചട്ടിയൊക്കെ ഉപയോഗിച്ച് മുറ്റത്തൊക്കെയുള്ള ചെറിയ പായലുകളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ ഞാനതിന് വേണ്ടിയിട്ട് ഒരു ചെറിയ പൊട്ടച്ചട്ടിയും അതിൽ നിറച്ച് മണ്ണും ഒക്കെ എടുത്തിട്ടുണ്ട്. ഇവിടെ കുറച്ച് ദിവസമായിട്ട് നല്ല മഴയും തണുപ്പും ഒക്കെ ഉള്ളതുകൊണ്ട് പായൽ കിട്ടാനായിട്ട് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല തിക്കായിട്ടുള്ള പായൽ കിട്ടിയിട്ടുണ്ട്. ഇനി കുറച്ച് ഓടിൻ്റെ കഷ്ണങ്ങളോ അല്ലെങ്കിൽ പൊട്ടിയ ടൈലിൻ്റെ കഷ്ണങ്ങളോ കുഞ്ഞു കുഞ്ഞു പരന്ന കല്ലുകളോ ഒക്കെ കിട്ടിയാൽ അടുത്ത പരിപാടി നടക്കും. ചെറുതായിട്ട് നമ്മുടെ ടെറേറിയത്തിൽ ഒരു നട കെട്ടാനുള്ളൊരു പരിപാടിയാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ടൈലിൻ്റെ കഷ്ണമാണ്. ഈ ടൈലിൻ്റെ കഷ്ണങ്ങൾ, അതായത് പൊട്ടിയ ടൈലിൻ്റെ കഷ്ണങ്ങൾ വീണ്ടും കുഞ്ഞു കുഞ്ഞായിട്ട് പൊട്ടിച്ചെടുത്തു. എന്നിട്ട് അതിനെ പല ഷേപ്പ് നോക്കിയും അതിൻ്റെ ഒരു വലിപ്പം നോക്കിയൊക്കെ ഞാനൊന്ന് വേർതിരിച്ച് വെച്ച് ചട്ടിയിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഷേപ്പ് എന്താ ഒക്കാഞ്ഞിട്ടും വലിപ്പം ഒക്കാഞ്ഞിട്ടും ഒക്കെ ഞാൻ വീണ്ടും മാറ്റിയും തിരിച്ചും മറിച്ചും ഒക്കെ വെച്ചു. ഓരോ ടൈൽ കഷ്ണം വയ്ക്കുക, അതിൻ്റെ മുകളിലായിട്ട് സൈഡിലായിട്ട് കുറച്ച് മണ്ണൊക്കെ വെക്കുക. വീണ്ടും അതിൻ്റെ മുകളിലേക്ക് അടുത്ത ടൈല് കുറച്ച് നീക്കി അങ്ങനെ മുകളിലേക്ക് കെട്ടി കയറി പോവാണ്. ഈ നടയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടിട്ട് എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു, ഇതെന്താ 18-ാം പടി ഉണ്ടാക്കണോ? എത്ര പടി ഉണ്ടെന്നൊന്നും ഞാൻ എണ്ണി നോക്കിയില്ല. എന്തായാലും പടിക്കെട്ടങ്ങ് മുകളിലേക്ക് എത്തി. ഇനി ഞാൻ ഇതിനകത്ത് വയ്ക്കാൻ പോകുന്നത് ചെറിയ ചെടിയാണ്. ഈ ചെടിയുടെ പേരൊന്നും എനിക്കറിയില്ല. വേരുള്ള ഒരു ചെറിയ തൈ എടുക്കുക. അപ്പോൾ അത് കുറച്ച് നാളത്തേക്ക് വേണ്ടിയിട്ട്, അതായത് ഇതുണ്ടാക്കിയിട്ട് നമുക്ക് കുറച്ച് നാൾ ഇത് സൂക്ഷിക്കാനൊക്കെ പറ്റും. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് ചെറുതായിട്ട് ചെറിയ തൈ കഷ്ണം നട്ടുപിടിപ്പിക്കുന്നു. 1-2 കല്ലുകൾ സംഘടിപ്പിക്കുക എന്നുള്ളതായിരുന്നു അടുത്തൊരു ടാസ്ക്. അപ്പോൾ ഞാൻ ഈ കല്ലുകൾ തപ്പി ഇങ്ങനെ നടന്നു. എനിക്ക് കുറച്ച് പായലും കൂടെയൊക്കെ ഉള്ള കല്ലുകൾ വേണം എന്നുള്ളതായിരുന്നു ആഗ്രഹം. ഞാൻ കയ്യാലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അതിലൊക്കെ ഉണ്ട്. ഇനി അതൊക്കെ വലിച്ച് പൊളിക്കണ്ടെന്ന് വിചാരിച്ച് അപ്പനോട് വെറുതെ ചോദിച്ചു, അപ്പോൾ കല്ലുകൾ എവിടെയെങ്കിലും കിടപ്പുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അപ്പം പറഞ്ഞു തോട്ടിൽ നിന്ന് വാരി കുറച്ച് കല്ലുകൾ എന്ന് വെച്ചാൽ കുഞ്ഞു കഷ്ണങ്ങളെ താഴെ കിടപ്പുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പയ്യെ തൊടിയിലേക്ക് ഇറങ്ങി നോക്കി കഴിഞ്ഞപ്പം അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് 1-2 കല്ലുകളൊക്കെ എടുത്തു. അതും അതിനകത്ത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അറിയില്ല, ഇങ്ങനെ വേറിട്ട് നിൽക്കില്ല. കുറച്ചിങ്ങനെ മലകൾ പോലെ ഇങ്ങനെ തോന്നാനും അത് സഹായിക്കും. അങ്ങനെ ആ കല്ലുകൾ വെച്ച് കൊടുത്തു. പിന്നെ വേറെ ഒരു പണിയില്ല, നമ്മുടെ പായലുകൾ അങ്ങ് മണ്ണിലേക്ക് പതിപ്പിച്ച് കൊടുക്കുക. കുറച്ച് ദിവസം 2-3 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ അത് ആ പായൽ ബാക്കിയുള്ള മണ്ണിലേക്കും കൂടി പെട്ടെന്ന് സ്പ്രെഡാവുകയും അത് നല്ല രസമായിട്ടിരിക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ മാക്സിമം നമ്മളത് കവർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് കാര്യം. അങ്ങനെ കവർ ചെയ്തു. അവസാനം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് കവർ ചെയ്യാൻ പറ്റാതെ പോയ കുറച്ച് സ്ഥലങ്ങളുണ്ട്. അതായത് ആ പൊങ്ങി നിൽക്കുന്ന കുറച്ച് ഭാഗത്ത് അവിടെ ഒന്നും എനിക്ക് മണ്ണിടാനൊന്നും പറ്റുന്നില്ല. അപ്പോൾ ഞാനതൊക്കെ അവസാനമാകുമ്പോഴത്തേക്കും അത് കട്ട് ചെയ്ത് കളഞ്ഞു. അതാണ് ചെയ്തത്. കാരണം അവിടെ മണ്ണിട്ട് അവിടെ കൂടി അങ്ങനെ ആക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ആ ഭാഗം, മുകൾ ഭാഗമൊക്കെ പൊങ്ങി നിൽക്കുന്നതൊക്കെ ഞാൻ കത്രിക വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു. ഒരു പ്ലാസ്റ്റിക് കട്ടി ആയതുകൊണ്ട് തന്നെ കത്രിക വെച്ച് കട്ട് ചെയ്യാൻ പറ്റി. പിന്നെ ഞാൻ ഒരു പഴയ ബ്രഷൊക്കെ വെച്ചിട്ട് അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കി. ആ ചുമന്ന ഡിസൈനും ഒക്കെ ഉള്ള ഇല എന്താണെന്ന് ചോദിക്കുന്നത്, അത് ഈ ടെറേറിയത്തിലുള്ളതല്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടി പുറകിലൊരു ചെടിച്ചട്ടി ഇരുന്നതിൻ്റെ കൂടെ അങ്ങോട്ട് ഫോട്ടോ എടുത്തുവെന്നേ ഉള്ളൂ. ഇതങ്ങനെ പെട്ടെന്ന് നശിച്ചു പോകുമൊന്നുമില്ല കേട്ടോ. എല്ലാ ദിവസവും കുറച്ച് വെള്ളം സ്പ്രേ ചെയ്താൽ മാത്രം മതി. പിന്നെ വെയിലത്ത് കൊണ്ട് വയ്ക്കാതിരിക്കുക. വീടിനുള്ളിൽ തന്നെ സൂക്ഷിക്കാനായിട്ടും തണലത്ത് സൂക്ഷിക്കാനായിട്ടും ശ്രദ്ധിക്കുക. 2 ദിവസത്തിനുള്ളിൽ തന്നെ എവിടെയെങ്കിലും ഫില്ലാകാനുണ്ടെങ്കിൽ അവിടെയൊക്കെ ഇത് വളർന്ന് ഫില്ലാകും. കുഞ്ഞു പൂക്കളൊക്കെ ഉണ്ടായി വരുന്നത് കാണാൻ പറ്റും. അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. ഓക്കെ, താങ്ക് യു.